ഇന്ന് വീണ്ടും ഒരു സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് വെട്ട് കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ റെഡിയാക്കാമെന്നാണ് നോക്കുന്നത്. നല്ല സോഫ്റ്റുള്ള വെട്ട് കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ മുഴുവൻ കാണുക. സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. 1-2 ഐറ്റം കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വെട്ട് കേക്ക് റെഡിയാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 30 മുട്ടയാണ് പൊട്ടിച്ചിടുന്നത്. നമ്മൾ 3 കിലോ മൈദയുടെ വെട്ട് കേക്കാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ മുട്ടയെല്ലാം ഞാൻ പൊട്ടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. താറാമുട്ടയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് കോഴിമുട്ടയാണ്. നമ്മളൊരു 3 കിലോ മൈദയ്ക്ക് ഒരു 30 മുട്ട, പിന്നെ ഒരു മുട്ടത്തോടൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ ഞാനങ്ങ് പിറക്കിക്കളയാം. മുട്ടത്തോടൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു 3 കിലോ മൈദയും ഒരു 1 കിലോ പഞ്ചസാരയും പിന്നെ പൈനാപ്പിൾ എസൻസ് ഉണ്ട്. ഇച്ചിരി പൈനാപ്പിൾ എസൻസും പിന്നെ സോഡാപ്പൊടി, പിന്നെ യെല്ലോ കളർ നമ്മൾ ഉപയോഗിക്കുന്നത് പൊടിക്കുള്ള യെല്ലോ കളറാണ്. മഞ്ഞൾ പൊടി ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ ഈ കേക്ക് റെഡ് കളറായി പോകും. അതുകൊണ്ടാണ് മഞ്ഞൾ പൊടിക്ക് പകരം നമ്മൾ യെല്ലോ കളർ തന്നെ എടുത്തേക്കുന്നത്. ഇപ്പം മുട്ടയെല്ലാം നമ്മളിവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിനെ ഇനി നല്ലപോലെ മിക്സ് ആക്കണം. നമുക്ക് കൈക്ക് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കാനുള്ളൂ. അതിലേക്ക് ആദ്യം തന്നെ പഞ്ചസാര ഇടുക. ഒരു 1 കിലോ പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. പിന്നെ നല്ല മധുരം വേണമെങ്കിൽ ഒരു 1.25 കിലോ പഞ്ചസാര നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിനെ നല്ലപോലെ മിക്സാക്കിയിട്ട് ഈ മുട്ടയുടെ ഉണ്ണിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞ് അതിലേക്കാണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 10 ml പൈനാപ്പിൾ എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് ഓവറായിട്ടൊന്നും വേണ്ട. ഒരു 10 ml എസൻസ് ഒഴിച്ചു കൊടുത്തെങ്കിൽ പ്രത്യേക ഒരു മണം കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നല്ല ഈ പരുവത്തിലായി. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. മൈദ നമ്മൾ 3 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂർ എന്നിട്ട് നമുക്ക് ഇത് കുഴച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. ഇപ്പോൾ ഞാൻ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി മിക്സാക്കി കൊടുക്കണം. ഈ തരിയൊന്നും കാണല്, നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കണം. നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇത് ചേർത്തിട്ടില്ല. പച്ചവെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ മുട്ടയിലുള്ള വെള്ളവും മതി നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ മാവ് അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിലായി കഴിയുമ്പോൾ ഇതിനെ നല്ലപോലെ തേച്ചെടുത്ത് നമുക്ക് ഇതേ മോഡലാക്കി പൊറോട്ടയ്ക്ക് തേക്കുന്ന പോലെ തേച്ചിട്ട് ഇതേ മോഡലാക്കി കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അന്നേപ്പോഴത്തേനും ഇത് നല്ലപോലെ പുളിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തിയുടെ കോലെടുത്ത് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നമുക്ക് 1 കിലോ മൈദയ്ക്ക് ഏകദേശം 30 കേക്ക് വരെയും കിട്ടും. നമ്മളൊരു 3 കിലോ മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 90 കേക്ക് വരെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് 1/2 കിലോ ഒക്കെയുള്ള ഈ അളവൊക്കെ കുറച്ച്, മുട്ടയുടെ അളവൊക്കെ കുറച്ചാൽ മതി. സോഡാപ്പൊടിയും പഞ്ചസാരയും ഒക്കെ കുറച്ചിട്ടാൽ മതി. ഇനി നമുക്കിതിനെ ഈ ഏകദേശം ഈ ലെവലായി കഴിയുമ്പോൾ ഇനി ഒന്ന് നമുക്ക് കീറിയെടുക്കണം. ഇപ്പം ഈ കട്ടിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണമാണ് കട്ടി നമ്മൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഈ പരത്തുന്ന കുറച്ചാൽ മതി. എന്നിട്ട് ഇതേ മോഡൽ കീറിയെടുക്കണം. ഇപ്പം ഇതെല്ലാം ഒന്ന് കീറിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിതിനെ മുറിച്ചെടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം കൂടുതൽ വേണമെങ്കിൽ വലിപ്പം കൂട്ടി മുറിക്കുക. വലിപ്പം കുറഞ്ഞതാണെങ്കിൽ കുറച്ച് മുറിച്ചാൽ മതി. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഒരു 15 രൂപ റേറ്റിനാണ് ഒരു കേക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിനാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. പിന്നെ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. ഇതേ വലിപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമുക്ക് വീടുകളിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വേണേൽ വലിപ്പം കുറച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ പറഞ്ഞല്ലോ, ഒരു അത്യാവശ്യം ഒരു 15 രൂപ റേറ്റിന് കൊടുക്കാവുന്ന രീതി ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് എടുത്തേക്കുന്നത്.
ഈ മുറിച്ചിട്ടേക്കുന്നതെല്ലാം ഇനി നമുക്കൊരു തട്ടയിലേക്ക് പിറക്കി അടുക്കി വെക്കാം. അപ്പം ഞാനിത് എല്ലാം കൂടെ ഒന്ന് പിറക്കി അടുക്കി വെക്കുകയാണ്. നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. മൈദ 3 കിലോ, പൈനാപ്പിൾ എസൻസ് 10 മില്ലി, സോഡാപ്പൊടി 10 ഗ്രാം, പിന്നെ 1/4 കിലോ പഞ്ചസാര. ഏകദേശം നമ്മൾ മുഴുവൻ ഈ പരുവത്തിന് മുറിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഏറ്റവും കുറച്ച് വെക്കണം. തീ ഓവറായിട്ട് വെച്ചെങ്കിൽ കരിഞ്ഞു പോവും കേക്ക് മുഴുവൻ. അതുകൊണ്ട് തീ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഒരു നടുവേ ഒന്ന് കീറി ഇട്ടാൽ മതി. ഈ പരുവത്തിനൊന്ന് കീറിയിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് വെന്താൽ മതി. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്ക് കിട്ടും. നമ്മുടെ കൂട്ട് കറക്റ്റാണെങ്കിൽ ഈ മാവ് എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേന് തന്നെ ഇത് പൊങ്ങി വരും. നമ്മളിപ്പോൾ ഇട്ടിട്ട് ഒരു 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ ഈ മാവെല്ലാം പൊങ്ങി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതേ പരുവത്തിലാണ്, അന്നേരമാണ് കേക്കിന് നല്ല സോഫ്റ്റുള്ള കേക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സിമ്പിളായിട്ട് ഇത് ട്രൈ ചെയ്യാനുള്ളൂ. ഇപ്പം ഒരു 10 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടണം. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിതിലൊരു ചെറിയ കണ്ണാപ്പ വെച്ച് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാകുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായക്കടകളിൽ കിട്ടുന്ന അതുപോലെ നല്ലൊരു കേക്കാണ്. ഇതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു നമ്പർ 1 കേക്ക് നമ്മൾ സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ ഇതിനെ മുഴുവൻ കോരി മാറ്റുകയാണ്. നമ്മൾ ഒരു കണ്ണാപ്പ എടുത്തിട്ട് എണ്ണ മുഴുവൻ പോയി കഴിഞ്ഞ് ഇത് മുഴുവൻ നമ്മൾ കോരി മാറ്റുകയാണ്. ഇപ്പം കണ്ടില്ലേ, ഒരു തുള്ളി എണ്ണ പോലും ഇത് പിടിക്കത്തില്ല. പിന്നെ ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു തട്ടയിലോട്ട് കോരിയിടാം. പിന്നെ ഓട്ടയുള്ള കണ്ണാപ്പ പാത്രമാണെങ്കിലും മതി. ഞാനിപ്പം ഒരു ചെമ്പിൻ്റെ അടപ്പിൽ തന്നെയാണ് കോരി മാറ്റുന്നത്. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറും കൊണ്ട് ഒരു കേക്കിൻ്റെ പരിപാടി ഫുള്ള് കഴിയും കേട്ടോ. ഒട്ടും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ സിമ്പിളായിട്ട് നമ്മളൊരു കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും ഒന്നുകൂടെ പറയണം, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.